ട്രംപ് കാർഡിന് കളത്തിൽ മറുപടി. യുഎസിനെ തകർത്ത് ബെൽജിയം ക്വാർട്ടറിൽ. ഫിഫയ്ക്കും ട്രംപിനും കനത്ത തിരിച്ചടി. കളി നിയമങ്ങളെയും കായിക രംഗത്തിന്റെ സുതാര്യതയെയും വെല്ലുവിളിച്ച് വൈറ്റ് ഹൌസ് നടത്തിയ അനാവശ്യ ഇടപെടലുകൾക്ക് ഒടുവിൽ ഫുട്ബോൾ മൈതാനത്ത് വെച്ച് തന്നെ പ്രകൃതി നീതി നടപ്പിലായിരിക്കുന്നു. അമേരിക്കൻ സ്ട്രൈക്കർ ഫൊളാരിൻ ബലോഗന്റെ ചുവപ്പ് കാർഡ് വിലക്ക് മറികടക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഫിഫ പ്രസിഡന്റ് ജിയോവാനി ഇൻഫന്റാനിയോയും നടത്തിയ അവിശുദ്ധ കൂട്ടുകെട്ടിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് യുഎസ്എയെ 1-4 ഗോളുകൾക്ക് തകർത്ത് ബെൽജിയം ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. കളത്തിന് പുറത്തെ രാഷ്ട്രീയ നാടകങ്ങൾക്ക് കായികക്ഷമതയും സ്പോർട്സ്മാൻ സ്പിരിറ്റും കൊണ്ടാണ് യൂറോപ്യൻ കരുത്തരായ ബെൽജിയം കണക്ക് തീർത്തത്. ബോസ്നിയ താരം താരിക് മഹ്റമോവിച്ചിനെ ഫൗൾ ചെയ്തതിനാണ് നോക്കൌട്ടിലെ ആദ്യ മത്സരത്തിൽ യുഎസിന്റെ പ്രധാന സ്ട്രൈക്കറായ ഫൊളാരിൻ ബലോഗന് നേരിട്ട് ചുവപ്പ് കാർഡ് ലഭിച്ചത്. ഫിഫയുടെ കടുത്ത നിയമങ്ങൾ അനുസരിച്ച് നേരിട്ടുള്ള റെഡ് കാർഡിന് അപ്പീൽ അനുവദനീയമല്ലെന്ന് മാത്രമല്ല, കുറഞ്ഞത് ഒരു മത്സരത്തിലെ വിലക്കെങ്കിലും താരം നേരിടേണ്ടതുണ്ട്. എന്നാൽ ലോകകപ്പിന്റെ ആതിഥേയരെന്ന പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫിഫ പ്രസിഡന്റ് ജിയോവാനി ഇൻഫന്റാനിയോയെ നേരിട്ട് വിളിച്ച് സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു. ഇതിന്റെ ഫലമായി ബലോഗന്റെ സസ്പെൻഷൻ 1 വർഷത്തേക്ക് മരവിപ്പിക്കാനും ബെൽജിയത്തിനെതിരെയുള്ള പ്രീ ക്വാർട്ടർ മത്സരത്തിൽ താരത്തിന് കളിക്കാനും ഫിഫ അസാധാരണ അനുമതി നൽകി. കായിക ലോകത്തെ അമ്പരിപ്പിച്ച ഈ നടപടിക്കെതിരെ യൂറോപ്യൻ ഫുട്ബോൾ ഫെഡറേഷനും മുൻ താരങ്ങളും കടുത്ത വിമർശനവുമായി രംഗത്തെത്തി. ഫിഫയുടെ ഈ നിലവിട്ടുള്ള തീരുമാനം ടൂർണമെന്റിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നതായിരുന്നു. ഇതിനിടെ തന്റെ വിജയം ആഘോഷിച്ചുകൊണ്ട് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിപ്പിടുക കൂടി ചെയ്തതോടെ ഫുട്ബോൾ ലോകം രാഷ്ട്രീയ അധിനിവേശത്തിന് വഴിമാറുന്ന കാഴ്ചയാണ് കണ്ടത്. ഫിഫയുടെ അതിരുകടന്ന തീരുമാനത്തിനെതിരെ ബെൽജിയം ഫുട്ബോൾ ഫെഡറേഷൻ നൽകിയ അപ്പീൽ തള്ളപ്പെട്ടതോടെ വലിയ പ്രതിഷേധത്തോടെയാണ് അവർ മൈതാനത്തിറങ്ങിയത്. പ്രതീക്ഷിച്ചതുപോലെ ബലോഗൻ അമേരിക്കയുടെ ആദ്യ 11-ൽ സ്ഥാനം പിടിച്ചു. എന്നാൽ അവിഹിതമായി നേടിയെടുത്ത ആ പച്ചക്കൊടി കളത്തിൽ താരത്തിനോ അമേരിക്കയ്ക്കോ തുണയായില്ല. മത്സരത്തിലുടനീളം ബെൽജിയം ഡിഫൻഡർമാർ ബലോഗനെ പൂർണ്ണമായും പൂട്ടിക്കെട്ടി. ആകെ 19 ടച്ചുകളും 3 ഷോട്ടുകളും മാത്രമാണ് താരത്തിന് ഉതിർക്കാനായത്. അതിൽ 1 മാത്രമാണ് പോസ്റ്റിലേക്ക് എത്തിയത്. ഗോളോ അസിസ്റ്റോ നേടാനാകാതെ ബലോഗൻ നിഴലായി മാറിയപ്പോൾ കളി നിയമങ്ങളെ കാറ്റിൽ പറത്തി താരത്തെ കളത്തിലിറക്കാൻ ശ്രമിച്ച ട്രംപിന്റെയും യുഎസ് ക്യാമ്പിന്റെയും അഹങ്കാരത്തിനാണ് കനത്ത പ്രഹരമേറ്റത്. മത്സരത്തിന്റെ ആദ്യ മിനിറ്റ് മുതൽ ആക്രമിച്ചു കളിച്ച ബെൽജിയം തങ്ങളെ ചതിച്ച ഫിഫ ഭരണകൂടത്തോടും രാഷ്ട്രീയ സ്വാധീനത്തോടുമുള്ള കലിപ്പ് മുഴുവൻ പന്തുകളിയിലാണ് തീർത്തത്. ചാൾസ് ഡി കെറ്റലാരയുടെ മനോഹരമായ ഇരട്ട ഗോളുകളും ഹാൻസ് വാനാഗന്റെ തകർപ്പൻ ഫിനിഷിംഗും യുഎസ് പ്രതിരോധത്തിന്റെ കരിനിഴൽ വീഴ്ത്തി. ഇഞ്ചുറി ടൈമിൽ സൂപ്പർ താരം റൊമേലു ലുക്കാക്കു കൂടി ലക്ഷ്യം കണ്ടതോടെ 1-4 ഗോളുകളുടെ ദയനീയ തോൽവിയോടെ ആതിഥേയരായ അമേരിക്ക ടൂർണമെന്റിൽ നിന്നും പുറത്തായി. മറുഭാഗത്ത് മാലിക് ടിൽമാൻ ഫ്രീ കിക്കിലൂടെ നേടിയ ഏക ആശ്വാസ ഗോൾ യുഎസിന്റെ നാണക്കേടിന്റെ ആഴം കുറയ്ക്കാൻ മാത്രമുള്ളതായിരുന്നു. ഈ ലോകകപ്പ് മത്സരം കേവലം ഒരു പ്രീ ക്വാർട്ടർ പോരാട്ടമായിരുന്നില്ല, മറിച്ച് കായിക രംഗത്തെ അഴിമതിക്കും രാഷ്ട്രീയ ഇടപെടലുകൾക്കുമെതിരെയുള്ള കളി മൈതാനത്തിന്റെ സ്വാഭാവിക പ്രതികരണമായിരുന്നു. അധികാരം ഉപയോഗിച്ച് കളി നിയമങ്ങൾ മാറ്റിയെഴുതാമെന്ന് വ്യാമോഹിച്ച ഡൊണാൾഡ് ട്രംപിനും അതിന് കുടപിടിച്ച ജിയോവാനി ഇൻഫന്റാനോയ്ക്കും ബെൽജിയത്തിന്റെ ഈ തകർപ്പൻ വിജയം കൃത്യമായ താക്കീതാണ്. പണവും സ്വാധീനവും ഉപയോഗിച്ച് കളി ജയിക്കാനാകില്ലെന്നും മൈതാനത്തെ മികവ് മാത്രമാണ് ഫുട്ബോളിലെ ആത്യന്തിക സത്യമെന്നും ബെൽജിയം തെളിയിച്ചിരിക്കുന്നു. തോറ്റത് അമേരിക്കൻ ടീം മാത്രമല്ല, കായിക മൂല്യങ്ങളെ വിലപേശാൻ ശ്രമിച്ച ഒരു കൂട്ടം രാഷ്ട്രീയ ഭരണാധികാരികൾ കൂടിയാണ്.